Assalamualaikum, welcome back to MinuzWorld. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു വെറൈറ്റി സ്നാക്കാണ്. ഇതിന് ഉരുളക്കിഴങ്ങോ ബ്രെഡോ മാവോ അങ്ങനെ ഒന്നും ആവശ്യമില്ല, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ മതി കേട്ടോ. എണ്ണയൊന്നും അധികം നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. അതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കനം കുറഞ്ഞ് അരിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളകാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ചെറുതായി കൊത്തിയരിയുക. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. അതൊക്കെ 1 ടീസ്പൂൺ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. മസാല ഇടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് വേണം ഇങ്ങനെ വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഇതിപ്പോൾ ഞാൻ 4 മുട്ട എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിലൊരു മുട്ട പൊട്ടിപ്പോയി, അതുകൊണ്ട് 3 ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നടുവിലൂടെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മഞ്ഞക്കരു എടുത്ത് മാറ്റണം. മുട്ട പൊട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ബാക്ക് ഭാഗം ഒരിക്കലും പൊട്ടരുത്. ഇതുപോലെയാണ് എടുക്കേണ്ടത്. അതുപോലെ ബാക്കിയുള്ള മുട്ടയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ മഞ്ഞക്കരു ഇങ്ങനെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ ഏകദേശം നല്ലോണം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മളെ മുറ്റയുടെ മഞ്ഞക്കരുവാണ്. അതിട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മഞ്ഞക്കരുവൊക്കെ പൊടിഞ്ഞിട്ട് തന്നെ അതിൽ മിക്സ് ആവുന്ന തരത്തിൽ വേണം നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ല, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. നമുക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ചൂടാറി, അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഉരുളകളാക്കുക. നമ്മുടെ ഒരു മഞ്ഞക്കരുവിൻ്റെ ആ ഒരു സൈസിൽ തന്നെയാണ് കേട്ടോ ഒഴിക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. മുട്ട പൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. എന്നിട്ട് ബാക്കി ഭാഗം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എടുത്തത് കുറച്ച് കുറവാണെങ്കിലും അതിന് മുകളിൽ പിന്നെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നിൽക്കും നമ്മൾ കവർ ചെയ്ത് വരുമ്പോൾ. അതുപോലെ മറ്റേ മുട്ടയൊക്കെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്ര മുട്ടയാണോ ആവശ്യം അത്രയും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ റെഡിയാക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കണം. നമ്മളിത് ഡബിൾ കോട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ആദ്യം സ്പൂണിലൊന്നും ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. വീഡിയോയിൽ കാണിക്കാനെല്ലാം വിചാരിച്ച് അങ്ങനെ ചെയ്തതായിരുന്നു, പക്ഷേ അത് അത്ര ലെവലായി വന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇട്ടു. എന്നിട്ട് നല്ലോണം അതിലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഡബിൾ കോട്ടിങ് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇതിന് നല്ലൊരു ബലം വെക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. എണ്ണ അധികം വേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇത് വേണമെങ്കിൽ നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഞാനിതിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് കുറച്ച് സമയം തെറ്റിപ്പോയി. അതുകൊണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു യെല്ലോയിഷ് ആകുമ്പോൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ഞാനിത് വീഡിയോ കൂടെ എടുത്തപ്പോൾ സമയം കുറച്ച് വൈകിയതാണ്. അതുകൊണ്ടാണ് കുറച്ചൊന്ന് കളർ ചേഞ്ച് വന്നും ചെയ്തു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്നാക്ക്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി അല്ലേ ചെയ്യാൻ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.